ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം കുറച്ച് കാലമായിട്ട് ഇന്ത്യയിൽ എൻട്രി ലെവൽ ഹാച്ച് ബാക്സ് അല്ലെങ്കിൽ ബഡ്ജറ്റ് ഹാച്ച് ബാക്സ് നമ്മുടെ സ്റ്റാർട്ടിങ് വണ്ടികളുണ്ടല്ലോ, ഓൾട്ടോ കേട്ടൻ ആയിക്കോട്ടെ, എക്സ്പ്രസോ ആയിക്കോട്ടെ, ക്വിഡ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ വണ്ടികൾക്കെല്ലാം നല്ല വിലയായിരുന്നു. ആർക്കാണെങ്കിലും ഒരു എൻട്രി ലെവൽ ഹാച്ച് ബാക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ തന്നെ അവർ വിചാരിക്കും എന്നാൽ പിന്നെ നമുക്ക് 1.5 ലക്ഷം രൂപയും കൂടെ കൂടുതലിട്ട് കുറച്ചും കൂടെ വലിയ വണ്ടി, അതായത് വാഗണാറോ അല്ലെങ്കിൽ ഈവൻ ഒരു സ്വിഫ്റ്റ് പോലത്തെ അല്ലെങ്കിൽ ബലിനോ പോലത്തെ വണ്ടികളിലേക്കൊക്കെ വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ടോപ്പ് എൻഡ് എടുക്കുന്ന വേരിയൻ്റ് ആണെങ്കിൽ മറ്റതിൻ്റെ ഒരു മിഡിൽ അല്ലെങ്കിൽ ബേസ് വേരിയൻസ് ഒക്കെ നമുക്ക് കിട്ടി തുടങ്ങും. ഇപ്പോൾ ബലിനോടൊക്കെ ആണെങ്കിലും നമ്മുടെ ഓൾട്ടോ കേട്ടനൊക്കെ ടോപ്പ് എൻഡ് എടുക്കുന്ന സ്ഥാനത്ത് ബലിനോയുടെ ബേസ് മോഡൽ അല്ലെങ്കിൽ ഡെൽറ്റ ഒക്കെ വേണമെങ്കിൽ എടുക്കാൻ പറ്റും. അത്രയും വരെ ഇതിൻ്റെയൊക്കെ പ്രൈസ് കയറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വണ്ടികളിലേക്ക് ഡിമാൻഡും വല്ലാണ്ട് കുറഞ്ഞായിരുന്നു. പണ്ടൊക്കെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് വണ്ടി ഇന്ത്യയിൽ ഓൾട്ടോ ഒക്കെ ആയിരുന്നെങ്കിൽ അതൊക്കെ മാറി ഓൾട്ടോ മിക്കവാറും ടോപ്പ് 10 ലിസ്റ്റിൽ പോലും ഇല്ലാത്ത ഒരു കാര്യത്തിലേക്ക് നമ്മളെത്തി. എന്തായാലും GST 2.0 വന്നതിന് ശേഷം കാര്യങ്ങളിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. പണ്ടൊക്കെ 4-4.5 ലക്ഷം രൂപയ്ക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്ന വണ്ടികൾ ഇപ്പോൾ കുറച്ചും കൂടെ താഴെ എന്നുള്ള റേറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് വീണ്ടും എൻട്രി ലെവൽ ഹാച്ച് ബാക്സ് ഒരു ഇത്തിരി കൂടെ പോപ്പുലർ ആവാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്ക് പറയാം. അത് മാത്രമല്ല, വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം നമ്മളിപ്പോൾ പണ്ട് മുതൽ നോക്കുകയാണെങ്കിലും ഓൾട്ടോ അല്ലെങ്കിൽ 800 ഇങ്ങനത്തെ വാഹനങ്ങൾ, മാരുതിയുടെ തന്നെ ഹാച്ച് ബാക്ക് വാഹനങ്ങളായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റിക്കൊണ്ടിരുന്ന വണ്ടികൾ. ഈവൻ റെനോയുടെ ക്വിഡ് ആണെങ്കിലും ഓൾട്ടോയേക്കാളൊക്കെ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിരുന്നു. അതിനുശേഷം പിന്നെ എക്സ്പ്രസോ വന്ന സമയത്താണെങ്കിൽ പോലും ആ സമയത്ത് നമുക്ക് ഓൾട്ടോ 800 ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ വണ്ടി തന്നെയായിരുന്നു ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റിയിരുന്ന വണ്ടി. ഏതായാലും ഇപ്പം കാര്യങ്ങളിലൊക്കെ കുറച്ച് വ്യത്യാസം വന്നിരിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഇന്ത്യയിൽ വാങ്ങാൻ പറ്റുന്ന വാഹനം ആക്ച്വലി എക്സ്പ്രസോ ആണ്. ഓൾട്ടോ കേട്ടനല്ല. ഓൾട്ടോ 800 പിന്നെ അവർ 2023 BS 6.2 എന്ന സമയത്ത് നിർത്തി. കാരണം അതിൻ്റെ എമിഷൻ 800cc എഞ്ചിൻ ആപ്പാട് ആ വണ്ടിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അതിന് എമിഷൻ ഹൗസിന് വേണ്ടി അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മുതലാവില്ലാന്ന് തോന്നിയിട്ട് നിർത്തിയതാണ്. പക്ഷേ ഓൾട്ടോ ഓൾട്ടോ സീരീസിലുള്ള വണ്ടി മാറി എക്സ്പ്രസോ പോലത്തെ ഒരു വണ്ടി ഇന്ത്യയിൽ ഏറ്റവും അഫോർഡബിൾ ആയത് എങ്ങനെ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു സംശയം എല്ലാവർക്കും വരാൻ പോകുന്നത്. അതിൻ്റെ റീസൺ വളരെ സിമ്പിളാണ്. നമുക്ക് ഓൾട്ടോ കേട്ടനിൽ സ്റ്റാൻഡേർഡ് വേരിയൻ്റ് ആയാലും ഏത് വേരിയൻ്റ് ആയാലും ഇപ്പോൾ 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ എക്സ്പ്രസോയുടെ കാര്യത്തിൽ അവർ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. 6 എയർ ബാഗ്സ് ഈ വണ്ടിയിൽ വന്നു തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രൈസ് കുറച്ച സമയത്ത് ഈ വണ്ടിയുടെ പ്രൈസ് നമ്മുടെ ഓൾട്ടോയേക്കാളൊക്കെ താഴേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽഡ് പ്രൈസ് ലിസ്റ്റ് കാണാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്റ്റാൻഡേർഡ് മോഡൽ എക്സ്പ്രസോ ആദ്യം തുടങ്ങിക്കൊണ്ടിരുന്നത് 4.27 ലാക്സിലും ഓൾട്ടോ കേട്ടൻ സ്റ്റാൻഡേർഡ് 4.23 ലാക്സ് ആയിരുന്നു. 5000 രൂപ ഓൾട്ടോയ്ക്ക് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള വണ്ടി ഓൾട്ടോ ആയിരുന്നു. ഇനി അതിൻ്റെ തൊട്ട് മുകളിലത്തെ വേരിയൻറ്റ്, അതായത് LXA വേരിയൻറ്റ്, കൂടുതൽ ആൾക്കാർ LXA തന്നെ എടുക്കുകയുള്ളൂ. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഈ ടോർ വേരിയൻസ് ആയാലും അതുപോലെ AC ഒന്നും ഇല്ല സ്റ്റാൻഡേർഡ് വേരിയൻസ്, അതുകൊണ്ട് എടുക്കുന്ന ആൾക്കാർ വളരെ വളരെ കുറവാണ്. ഇപ്പോൾ നമ്മുടെ നോർമൽ LXA മോഡൽ 5 ലക്ഷം രൂപയിലാണ് രണ്ട് വണ്ടികളുടെ ഇതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. സെയിം പ്രൈസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ GST മാറി പ്രൈസ് കുറഞ്ഞപ്പോഴേക്കും നമുക്ക് കാണാം ബേസ് മോഡലിൻ്റെ പ്രൈസ് 77,000 രൂപയാണ് എക്സ്പ്രസോയിൽ കുറഞ്ഞ്. അതുപോലെ ഓൾട്ടോ കേട്ടൻ്റെ പ്രൈസ് 53,000 രൂപയാണ് കുറഞ്ഞത്. സോ എക്സ്പ്രസോയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇപ്പം 3.5 ലാക്സ് ആണ്. അതുപോലെ ഓൾട്ടോ കേട്ടൻ്റെ 3.7 ലാക്സ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ LXA മോഡൽ എടുക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് എക്സ്പ്രസോയിൽ 1.2 ലാക്സും ഓൾട്ടോ കേട്ടനിൽ 1 ലാക്കുമാണ് കുറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 3.8 ലാക്സ് ആണ് നമ്മുടെ എക്സ്പ്രസോ LXA മോഡലിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഓൾട്ടോ കേട്ടൻ്റെ LXA മോഡലിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 4 ലക്ഷം രൂപയാണ്. ഇത് അത്യാവശ്യം നല്ലൊരു പ്രൈസിംഗ് ആണ്. കാരണം നമുക്ക് 5 ലക്ഷം രൂപയ്ക്ക് താഴെ തന്നെ ഈ രണ്ട് വാഹനങ്ങളുടെയും LXA മോഡൽ എടുക്കാൻ പറ്റും. LXA എന്ന് പറയുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ AC പവർ സ്റ്റിയറിംഗ് പോലത്തെ സാധനങ്ങളൊക്കെ തീർച്ചയായും കിട്ടും. അത് ഈ സ്റ്റാൻഡേർഡ് മോഡൽ ഇല്ലാത്ത സംഭവങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ എക്സ്ട്രാ ഒരു 30,000 രൂപ കൊണ്ടിട്ട് LXA മോഡൽ എൻട്രി ലെവൽ വണ്ടികൾ എടുക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് മുന്നേയൊക്കെ ആൾക്കാർ എൻട്രി ലെവൽ വണ്ടികൾ എടുക്കാനുള്ള ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ കൂടുതലും യൂസ്ഡ് വണ്ടികളാണ് പ്രിഫർ ചെയ്യാറ്. അത്രയും ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ EMI ഒക്കെ എടുത്താലും അങ്ങനെ യൂസ്ഡ് വണ്ടികൾ എടുക്കാറില്ല. കാരണം നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറച്ച് കൂടുതൽ വരുമല്ലോ. പക്ഷേ ഏതായാലും അല്ലെങ്കിൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ പൈസ ഇട്ട് ഇപ്പോൾ EMI ഒക്കെ ആണെങ്കിൽ 2 ലക്ഷം രൂപ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ അത്രയും കൂടുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ കുറച്ച് മുകളിലുള്ള വണ്ടികളിലേക്ക് പോകുന്ന ഒരു പ്രവണത ആണ് കാണാറുള്ളത്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇതിപ്പോൾ ഓൾട്ടോയുടെയും എക്സ്പ്രസോയുടെയും കേസിൽ മാത്രമല്ല, ക്വിഡിൻ്റെ ആണെങ്കിലും വില അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 4 ലക്ഷത്തിന് മുകളിലാണ്. പിന്നെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് അതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് RXC മോഡലാണ് തുടങ്ങുന്നത്. ഏതായാലും 4.3 ലാക്സ് ആണ് ക്വിഡിൻ്റെ പുതിയ പ്രൈസ്. പഴയ പ്രൈസ് 4.7 ലാക്സിനായിരുന്നു സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. 40,000 രൂപയാണ് ഇതിൻ്റെ ബേസ് മോഡലിൽ കുറഞ്ഞിരിക്കുന്നത്. ബാക്കി വേരിയൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാം ഡീറ്റെയിൽ ആയിട്ട് എത്രയാണ് പ്രൈസ് കുറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. ഇത് നമ്മുടെ 1 ലിറ്റർ മാനുവൽ മോഡലിൻ്റെ പ്രൈസാണ്. പിന്നെ ക്വിഡിലാണെങ്കിലും ഇപ്പോൾ 800cc എഞ്ചിൻ വരുന്നില്ല, 1 ലിറ്റർ എഞ്ചിൻ മാത്രമേ ഉള്ളൂ. ടോപ്പ് എൻ്റെ നമ്മുടെ ക്ലൈംബർ മോഡലിൽ 50,000 രൂപയാണ് വില കുറഞ്ഞിരിക്കുന്നത്. 5.38 ലാക്സ് ആണ് ഇപ്പോഴത്തെ പുതിയ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഇനി AMT മോഡൽ നോക്കുകയാണെങ്കിലും അതിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യം പ്രൈസ് കുറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും.
സർപ്രൈസിംഗ്ലി ഓട്ടോമാറ്റിക് വേരിയൻസിൽ RXL ഓപ്ഷനിലാണ് ബേസ് മോഡൽ വരുന്നത്. അതിലാണ് ഏറ്റവും കൂടുതൽ പ്രൈസ് റിഡക്ഷൻ വന്നിരിക്കുന്നത്. 55,000 രൂപ വരെ അവർ അതിനകത്ത് കുറച്ചിട്ടുണ്ട്. അതിന് മുകളിലത്തെ വേരിയൻസ് ഇപ്പോൾ RXT ആയാലും ക്ലൈംബർ ഡ്യുവൽ ടോണൊക്കെ ആയാലും 51,000, 52,000, 53,000 വരെയൊക്കെ പ്രൈസ് ഡിഫറൻസ് മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളൂ. ഏതായാലും ഇപ്പോഴത്തെ ടോപ്പ് എൻഡ് വണ്ടിയുടെ പ്രൈസ് വരുന്ന 5.79 lakhs ആണ്. ഡ്യുവൽ ടോൺ അല്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഡ്യുവൽ ടോൺ ആണെങ്കിലും 5.9 lakhs മാത്രമേ എക്സ്ഷോറൂം പ്രൈസ് വരുന്നുള്ളൂ. ക്വിഡ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് പറയാം. ടോപ്പ് എൻഡ് മോഡൽസ് 7 ലക്ഷം അടുത്ത് അല്ലെങ്കിൽ അതിന് കുറച്ച് താഴത്തെ ആയിട്ട് സ്റ്റിൽ കോസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻട്രി ലെവൽ വാഹനങ്ങൾക്ക് അതായിരുന്നു ഇടയ്ക്ക് വെച്ചൊരു പ്രശ്നം വന്നത്. നേരത്തെ ഈ പ്രൈസ് കുറയുന്നതിന് മുന്നേ ആക്ച്വലി വണ്ടികളുടെ പ്രൈസ് 7.5, 7.25 ആ ഒരു റീജിയൻ വരെയൊക്കെ പോകുമായിരുന്നു. അതുകൊണ്ടാണ് മിക്ക ആൾക്കാരെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരുന്നത്. 7-ന് താഴെ എന്ന് പറഞ്ഞാൽ സ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ്. പിന്നെ ഈ ചെറിയ വണ്ടികളൊക്കെ കൂടുതൽ ആൾക്കാരും ഓട്ടോമാറ്റിക് വേരിയൻസും പ്രിഫർ ചെയ്യുന്നത് കാണാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ അതായത് ഒരു സെക്കൻഡറി വണ്ടി പോലെയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഇനി ജസ്റ്റ് ഫസ്റ്റ് കാറായിട്ട് ഫാമിലി വണ്ടി എന്നുള്ള രീതിയിൽ വാങ്ങുന്നവരാണ് ബേസിക് വേരിയൻസ്, മാനുവൽ മോഡൽസ് അങ്ങനെയൊക്കെ പ്രിഫർ ചെയ്യാറുള്ളത്. പിന്നെ ക്വിഡിൻ്റെ കാര്യത്തിലും ചെറിയൊരു അപ്ഡേറ്റ് തരാനുണ്ട്. ഈ വണ്ടിയുടെ ഈ അടുത്തൊരു 10-year ആനിവേഴ്സറി മോഡൽ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് വേരിയൻസിൻ്റെ പ്രൈസൊക്കെ മാറ്റി. നമ്മളിപ്പോൾ പുതിയ ട്രൈബറും കൈഗറിൻ്റെ ഒക്കെ വേരിയൻസിൻ്റെ നെയിമിങ് കണ്ടിട്ടില്ലേ? അതായത് വേരിയൻസിൻ്റെ പേരിൽ ഇപ്പോൾ RXL എന്നുള്ളതൊക്കെ മാറ്റിയിട്ട് അവർ ഈ ടെക്നോ, ക്ലൈംബർ സെയിം ആണ്, പക്ഷേ ടെക്നോ അങ്ങനത്തെ പേരുകളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അതുമാത്രമല്ല കുറച്ച് ഇപ്പോൾ പുതിയ എഡിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസും സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ അവർ ഇനിയൊരു ഫേസ് ലിഫ്റ്റ് ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ബാക്കി എല്ലാ വാഹനങ്ങളുടെയും റെനോയുടെ ലൈനപ്പിൽ ഒരു ഫേസ് ലിഫ്റ്റ് കണ്ടു. ഇപ്പോൾ ഡ്രൈവർ ആയാലും കൈഗർ ആയാലും 2 വാഹനങ്ങളും അവർ നന്നായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്വിഡിൻ്റെ ഇപ്പോഴത്തെ ഡിമാൻഡ് കുറവായതുകൊണ്ടും ഈ സെഗ്മെൻറ്റിൽ ഇനിയിപ്പം അധികം ഒരു സ്കോപ്പില്ല എന്ന് പറയുന്നത് കൊണ്ടും അവർ ഈ വണ്ടി എന്തായാലും ഒരു പുതിയ ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു മേജർ അപ്ഗ്രേഡിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റി ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഡിസൈനൊന്നും മാറ്റുന്നില്ല. പിന്നെ എന്തിനാണ് അവർ ഇങ്ങനത്തെ ഒരു വണ്ടി ഒരു ടെസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആക്ച്വലി ക്വിഡ് അവർ ക്യാമഫ്ലാജ് ഒക്കെ വെച്ച് ഇപ്പോഴും നമ്മുടെ ഇന്ത്യൻ റോഡ്സിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇലക്ട്രിക് മോഡലായിരിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് ആയിരിക്കും. കൂടുതൽ ചാൻസ് ഇലക്ട്രിക് മോഡലായിരിക്കും അവർ ടെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ എൻട്രി ലെവൽ വാഹനങ്ങളുടെ പ്രൈസ്. എന്തായിരിക്കും നിങ്ങൾക്ക് ഇതിനുള്ള അഭിപ്രായം? നിങ്ങളിപ്പോഴും ഈ ഒരു ബഡ്ജറ്റ് ലെവൽ വണ്ടികൾ കൺസിഡർ ചെയ്യുന്നതിന് പകരം യൂസ്ഡ് വണ്ടി അല്ലെങ്കിൽ 1-2 ലക്ഷം കൂടുതലിട്ട് കുറച്ചും കൂടെ വലിയ വണ്ടി, ഇപ്പോൾ വാഗണർ അങ്ങനത്തെ വണ്ടികളൊക്കെ ആയിരിക്കും പ്രിഫർ ചെയ്യുക എന്നുള്ളത് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പിന്നെ ഈ GST 2.0 വന്നതിന് ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കാം, അതായത് പ്രൈസ് കുറഞ്ഞു എന്ന് പറയാൻ പറ്റുന്ന ഈ സബ്ഫോമീറ്റർ വണ്ടികൾ തന്നെയാണ്. അതിൻ്റെ അകത്തൊക്കെ നേരത്തെ 29% മുതൽ 31% വരെയായിരുന്നു ടാക്സ് ഉണ്ടായിരുന്നത്. GST + 1% സെസ് ഉണ്ട്. പിന്നെ GST + 3% സെസ് ഡീസലിലും വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറഞ്ഞ് ഇപ്പോൾ എല്ലാം 18% സ്ലാബിലേക്ക് ആയപ്പോഴേക്കും നമുക്ക് 11 മുതൽ 13% വരെയുള്ള പ്രൈസ് ഡിഫറൻസ് ആണ് ഈ വണ്ടികളിൽ കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റ് പല വലിയ സെഗ്മെൻറ്റിലുള്ള വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ഈ വാഹനങ്ങളുടെ പ്രൈസിൽ നമുക്ക് നല്ലൊരു റിഡക്ഷൻ കാണാൻ പറ്റുന്നത്. അത് പ്രത്യേകിച്ച് പ്രൈസ് പോയിന്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് കണക്കെടുക്കുകയാണെങ്കിൽ ഇതിനകത്തൊക്കെ വളരെ കൂടുതലായിരിക്കും. അതേസമയം നമ്മളിപ്പോൾ അബവ് 4 മീറ്റർ SUVs, അതായത് ഇപ്പോൾ ക്രെറ്റ, സെൽറ്റോസ് അങ്ങനത്തെ ആ ഒരു കാറ്റഗറിയിൽ നിൽക്കുന്ന വണ്ടികൾക്കാണ് സത്യത്തിൽ ഏറ്റവും കുറവ് പ്രൈസ് റിഡക്ഷൻ വന്നിരിക്കുന്നത്. കാരണം അതിൻ്റെ അകത്ത് നേരത്തെ 45 ആയിരുന്നു, അതിപ്പോൾ 40 ആയിട്ടേ ഉള്ളൂ. ഹൈബ്രിഡ് വണ്ടികളിലും വളരെ പരിതാപകരമാണ്. കാരണം 43 ആയിരുന്നു നേരത്തെ ടാക്സ് ഉണ്ടായിരുന്നത്, അതിപ്പോൾ 40 ജസ്റ്റ് 3% മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ 40,000 വെച്ചൊക്കെയാണ് അതിൻ്റെ പ്രൈസ് കുറഞ്ഞിരിക്കുന്നത്. എനിവേ, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനങ്ങൾക്ക് എന്തെങ്കിലും ആക്സറീസ്, ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.